പലരും ചോദിക്കാറുണ്ട്, ഈ അവിടുന്ന് ഒരു മിഡിൽ ഏജിൽ ഒരു ജോലിയും ഇല്ലാതെ, അതായത് സ്ഥിരമായ ഒരു ജോലിയും ഇല്ലാതെ എങ്ങനെയാണ് ഇങ്ങനൊരു പറിച്ചു നട്ടൽ സാധ്യമായതെന്ന്. ഞാൻ ഒരു ദിവസം കൊണ്ട് എടുത്ത തീരുമാനമായിരുന്നില്ല. എന്തോ ഒരു തിരിമറി, ഡിവോഴ്സ് അല്ലെങ്കിൽ മറ്റെന്തോ ഒരു തിരിമറി ജീവിതത്തിൽ സംഭവിക്കും എന്ന് നമുക്കൊരു ഗട്ട് ഫീലിംഗ് എന്ന് പറയില്ലേ, ആ ഒരു ഫീൽ എൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉള്ളതുപോലെ എനിക്ക് പ്രൊഫഷണലി എവിടെ വേണമെങ്കിലും പോയി ജോലി ചെയ്യാൻ ഒരു തടസ്സവും എൻ്റെ ഫാമിലി ലൈഫിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആ സമയത്ത് ഇങ്ങനെ ഓരോ ദിവസം വെച്ചായിരുന്നു ഷിഫ്റ്റ്. ഇവാനസിൽ, ടിക്കിം എഞ്ചിനീയറിംഗ് കോളേജിൽ, ആർക്കിടെക്ചർ കോളേജിൽ, ലോ കോളേജിൽ, വനിതാ വികസനം റീച്ചിൽ, ഇത്രയും സ്ഥലത്തും പോകുമായിരുന്നു. അപ്പം രാവിലെ ഒരു 6:30 ആകുമ്പോഴേ ഞാൻ ഇറങ്ങും. അപ്പം എൻ്റെ അക്കൗണ്ടിൽ അത്യാവശ്യം സേവിങ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ എന്നിലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഞാൻ മുന്നോട്ട് വരും. ഈ പറഞ്ഞ പോലെ എനിക്ക് വലിയ സ്വപ്നങ്ങളൊന്നുമല്ല, ഒരുപാട് വലിയ സ്വപ്നങ്ങളൊന്നുമല്ല, കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളേ ഉള്ളൂ. അതിൽ മെയിനായിട്ടുള്ളത് എന്ന് വെച്ചാൽ എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് പോവാതെ എനിക്ക് ജീവിക്കണം. മറ്റുള്ളവരെ ഇൻസൾട്ട് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതെ എനിക്ക് ജീവിക്കണം. ഒറ്റപ്പെട്ട് ജീവിച്ചപ്പോഴും ഈ പറയുന്ന പോലെ ഒറ്റപ്പെട്ട സ്ത്രീകളുടെ നേർക്ക് നമ്മുടെ സമൂഹത്തിൽ പലരും പറഞ്ഞു കേൾക്കാം, സെക്ഷുവലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ. എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. എനിക്ക് അങ്ങനെ ആരുടെ ഭാഗത്തൊന്നും വന്നിട്ടില്ല. ഞാൻ അനുവദിച്ചു കൊടുത്ത സ്വാതന്ത്ര്യം എടുത്തിട്ടുള്ള പുരുഷ സുഹൃത്തുക്കൾ മാത്രമേ എനിക്കുള്ളൂ. ഞാൻ അനുവദിച്ചു കൊടുത്ത സ്വാതന്ത്ര്യം, അതിനപ്പുറത്തിലോട്ട് എനിക്കൊരു ശല്യമായിട്ട് ഒരിടത്തൊന്നും വന്നിട്ടില്ല. ആകെ വന്നിട്ടുള്ളത് നമ്മുടെ ഫേസ്ബുക്കിൽ എന്തെങ്കിലും പോസ്റ്റ് ഇടുമ്പോൾ ഓൺലൈൻ മീഡിയക്കാരെടുത്തിട്ട് അമ്മാനമാടുമല്ലോ, അപ്പോൾ അതിൻ്റെ താഴെ വരുന്ന നല്ല അശ്ലീലം നിറഞ്ഞ കമൻസ്, അതേ ഉള്ളൂ. അതല്ലാതെ ഒറ്റപ്പെട്ട സ്ത്രീയോട് എല്ലായിടത്തുനിന്നും ഒരു ചൂഷണം ഉണ്ടാവും, എല്ലാ സ്ത്രീകളും ഇരകളാണ്, എല്ലാ പുരുഷന്മാരും വേട്ടക്കാരാണ് എന്ന് പറയുന്ന തരത്തിലൊന്നും എനിക്കൊരു അനുഭവം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. ഞാൻ അനുവദിച്ചു കൊടുത്ത ഇപ്പുറം നിൽക്കാനും അതിനപ്പുറത്തോട്ട് ഞാൻ അനുവദിക്കാത്ത സ്വാതന്ത്ര്യത്തിലോട്ട് ആരും കടന്നു വന്നിട്ടുമില്ല. അപ്പം ഈ പറഞ്ഞ പോലെ എനിക്ക് അതും എൻ്റെ ഒരു കോൺഫിഡൻസ് ആയിരുന്നു. അത് അങ്ങനെ പറ്റും എന്നുള്ളതും എൻ്റെ ഒരു കോൺഫിഡൻസ് ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ പറിച്ചു നടൽ എന്ന് പറയുമ്പോൾ അതിനകത്തിൽ ഒരുപാട് പ്രോസസ്സുണ്ട്. അതൊക്കെ നമ്മളൊരു രസകരമായിട്ട് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്നാൽ, നമ്മളിപ്പം ഞാൻ മറ്റേ പോസ്റ്റിൽ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ, കരഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് കരയാൻ ഒരുപാട് 100 കാര്യങ്ങൾ കാണും. പക്ഷെ നമുക്ക് 24 മണിക്കൂറും, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു എപ്പോൾ വേണമെങ്കിലും ഞാൻ നിർത്താം അല്ലെങ്കിൽ എന്നെ പറഞ്ഞു വിടാം എന്ന രീതിയിലുള്ള ഉദ്യോഗങ്ങളാണ് ഞാൻ എല്ലാം ചെയ്തിട്ടുള്ളത്. ഒരിടത്തും ഫുൾ ടൈം ഒതുങ്ങി നിൽക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല. അപ്പം കാരണം കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് പുതിയ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വരും, അപ്പോൾ അതിലോട്ട് മാറും. അപ്പം അങ്ങനെയുള്ളപ്പോൾ കർമ്മത്തിൽ ഞാൻ ഒരുപാട് ഡെഡിക്കേറ്റഡും ആണ്. അപ്പം അങ്ങനെയുള്ളപ്പോൾ കർമ്മമാണ് ഈശ്വരൻ ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കുന്ന ഒരു സംഭവം. അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ആക്റ്റീവായിട്ട് നിന്നേ പറ്റൂ. എപ്പോഴും നമ്മൾ ആക്റ്റീവായിട്ട് നിന്നേ പറ്റൂ. കരഞ്ഞു വിളിച്ചിരിക്കാൻ സമയമില്ല. അപ്പം അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, ഞാൻ എല്ലാവരുടെടുത്തും കൂടെ എൻ്റെ അതേ അവസ്ഥയിൽ പോകുന്ന ഒരുപാട് പേരുണ്ട്. ഇന്നലെ എൻ്റെ അടുത്ത് ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഒരു ആത്മാർത്ഥത കൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനൊരു പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എഴുതുന്നത്. അപ്പോഴൊക്കെ ഞാൻ പറയും, ഈ പ്രശ്നങ്ങൾ എഴുതുന്നത് എന്തിനാന്ന് വെച്ചാൽ കടന്നുപോയ പ്രശ്നങ്ങളാണ്. ഇപ്പം ഞാൻ നേരിടുന്ന പ്രശ്നങ്ങളൊന്നും ഞാൻ എഴുതാറില്ല. കടന്നുപോയ പ്രശ്നങ്ങൾ എഴുതുന്നത് വെച്ചാൽ എന്നെപ്പോലെ ഉള്ള സ്ത്രീകളുണ്ടെങ്കിൽ അവർക്കൊരു പക്ഷേ എൻ്റെ ധൈര്യം ഉണ്ടായിരിക്കില്ല. അവർക്കും കൂടി ലൈഫ് ജീവിതം അണഞ്ഞു പോകാതെ മുന്നോട്ട് വരാനൊരു പ്രേരണയാവട്ടെ എൻ്റെ കുറിപ്പുകൾ എന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അപ്പം നമ്മൾ ഇതിൽ 24 hours ആക്റ്റീവായിട്ടിരിക്കുമ്പോൾ ഉള്ളൊരു ഗുണമെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ ഹോർമോൺ വഴിയുള്ള ടെൻഷൻ കൊണ്ടുള്ള ഡിപ്രഷൻ അല്ല, സിറ്റുവേഷണൽ ഡിപ്രഷൻ ആണെങ്കിൽ
നമുക്കത് മറികടക്കാൻ പറ്റും. നമ്മളുടെ ആ കോൺഫിഡൻസ് ലെവൽ ഉയർന്നു വരുവാൻ പറ്റും. എന്നെക്കൊണ്ട് പറ്റും, നമുക്ക് ജീവിക്കാം എന്ന് പറ്റും. അപ്പം സ്ത്രീകൾക്ക് സത്യത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ ആണ് ഒരു ജീവിതത്തിലൊരു എന്താ പറയുക, ഒരു നിമിത്തം അല്ലെങ്കിൽ എന്താ ജീവിതം അങ്ങനെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ ബേസായിട്ട് നമുക്ക് വേണ്ടത് പണം തന്നെയാണ്. ആരുടെ അടുത്തുനിന്നും കടം വാങ്ങി ജീവിക്കാതെ ഒരവസ്ഥ ഉണ്ടാക്കുക, അത് തൊഴിൽ തന്നെ ചെയ്തേ പറ്റൂ. എല്ലാ സ്ത്രീകൾക്കും എല്ലാ പെൺകുട്ടികൾക്കും വിവാഹത്തിന് മുമ്പ് ഒരു ജോലി ഉണ്ടായിരിക്കണം. പിന്നെ അക്കൂട്ടത്തിലൊരു പ്രണയമൊക്കെ ആണെങ്കിൽ അടിപൊളി.